ആറളം ഫാമിൽ കാട്ടാന ആക്രമണത്തിൽ ആദിവാസി ദമ്പതികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ പ്രതിഷേധിച്ച് ആറളം പഞ്ചായത്തിൽ UDF-ഉം BJP-യും പ്രഖ്യാപിച്ച ഹർത്താൽ പുരോഗമിക്കുന്നു. ആദിവാസി പുനരധിവാസ മേഖലയായ ആറളം ഫാമിൽ 20ഓളം പേരാണ് ഇതുവരെ കാട്ടാന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത്. ബ്ലോക്ക് 13-ൽ വീടിന് സമീപം കശുവണ്ടി ശേഖരിക്കുന്നതിനിടെ ഞായറാഴ്ച വൈകിട്ടാണ് ആദിവാസി ദമ്പതികളായ വെള്ളി, ഭാര്യ ലീല എന്നിവരെ കാട്ടാന ചവിട്ടിക്കൊന്നത്. ആറളം ഫാം പുനരധിവാസ മേഖലയിൽ 13-ാം ബ്ലോക്കിലാണ് കാട്ടാനയുടെ ആക്രമണമുണ്ടായത്. അക്രമത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങളാണ് വൈകിട്ടോടെ പുറത്തുവന്നത്. കശുവണ്ടിത്തോട്ടത്തിൽ കശുവണ്ടി ശേഖരിക്കുന്നതിനിടെയാണ് ആന ദമ്പതികളെ ആക്രമിച്ചത്. സ്ഥിരമായി ആനകൾ ഇറങ്ങുന്ന സ്ഥലം കൂടിയാണ് ഇവിടം. പലതവണ തുരത്തിയിട്ടും ആനകൾ തിരികെ വരാറുണ്ട്. വിവരമറിഞ്ഞതോടെ RRT സംഘം ഉൾപ്പെടെ സ്ഥലത്തെത്തി. കഴിഞ്ഞ 6 വർഷത്തിനിടെ 11 പേരാണ് കാട്ടാന ആക്രമണത്തിൽ ഇവിടെ കൊല്ലപ്പെട്ടത്. സ്ഥലത്തെ അടിക്കാട് വെട്ടാത്തതാണ് ആനകൾ ഒഴിഞ്ഞുപോകാതെ തമ്പടിക്കാൻ കാരണമെന്ന വിമർശനം ഉയർന്നുണ്ട്. സംഭവത്തിൽ രൂക്ഷ പ്രതിഷേധമാണ് പ്രദേശത്തുള്ളത്. വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ ഞായറാഴ്ച അർദ്ധരാത്രിയോടെയാണ് വെള്ളിയുടെയും ലീലയുടെയും മൃതദേഹം പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. സബ് കളക്ടർ സ്ഥലത്തെത്തിയിട്ടും ആംബുലൻസ് കൊണ്ടുപോകാൻ അനുവദിക്കാതിരുന്ന നാട്ടുകാർ ഒടുവിൽ പോലീസ് നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് അയഞ്ഞത്. വനം മന്ത്രി AK ശശീന്ദ്രൻ കണ്ണൂരിലെത്തുന്നുണ്ട്. വൈകിട്ട് 3 മണിക്ക് സർവകക്ഷി യോഗം ചേരും. ന്യൂസ് ഡെസ്ക് ഗ്രാമിക.